ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ നമ്മൾ അടുപ്പത്തൊരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു എഗ് പപ്സാണ് കേട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്, അല്ലെങ്കിൽ പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. അങ്ങനെ ചേർത്ത് കൊടുക്കാം. ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞ് ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അതേപോലെ ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര പപ്സാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എടുക്കുക. ഞാനിവിടെ കുറച്ചെണ്ണമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോന് ഇഷ്ടമാണ് കേട്ടോ പപ്സ്. അപ്പോൾ എന്നും ഇങ്ങനെ പുറമേ നിന്ന് വാങ്ങിക്കൊടുക്കരുതല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. ഇനിയും വേണം എന്നുള്ള, അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ഇപ്പോൾ ഞാൻ 2-3 വട്ടമായി ഉണ്ടാക്കുന്ന, പലരും ടേസ്റ്റ് ചെയ്ത് സൂപ്പറാന്ന് പറയുകയും ചെയ്തു. ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കാനുള്ള കാരണം. എന്തായാലും അടിപൊളിയാണ്. ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, ഈവനിങ്ങിൽ സ്നാക്സ് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ഹെൽത്തി ആയിട്ട് കൊടുക്കാം. വെജിറ്റബിൾ കഴിക്കാത്തവരാണെങ്കിൽ കുറച്ച് വെജിറ്റബിൾസും അതേപോലെ ഗ്രീൻ പീസും ഒക്കെ ഇട്ടിട്ട് അങ്ങനെയും കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് വാടി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ വാടി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി. കുട്ടികൾ കഴിക്കാനുള്ളതുകൊണ്ട് കുരുമുളകിൽ നല്ല എരിവ് വരുന്നത് തന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു കളറിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തതല്ലേ, കാശ്മീരിയാണ് ചേർത്തത്. പിന്നെ നമുക്ക് അപ്പോഴേക്ക് ഞാൻ മുട്ടയും പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ബ്രെഡ് ഒന്ന് കയ്യിലെടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. ബ്രെഡ് ഇതേപോലെ പരത്തിയെടുക്കാം. ഇനി നിങ്ങൾക്ക് ബ്രൗൺ കളർ ഇഷ്ടമില്ലെങ്കിൽ അത് കട്ട് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ബ്രൗൺ കളർ ഒഴിവാക്കാതെയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത ചുള്ളിയും അതേപോലെ മുട്ടയും കൂടെ വെച്ച് കൊടുക്കാം. നമ്മൾ മുട്ട പപ്സ് ഇവിടെ സെറ്റായിട്ടോ. അപ്പോൾ ഇതേപോലെ 4 സൈഡും ഇതേപോലെ പരത്തി കൊടുക്കാം. നമുക്ക് എത്ര എണ്ണമാണോ വേണ്ടത് അത്രയും എണ്ണം ഇതേപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ പരത്തിയെടുത്താണ് ഇത്രയും എണ്ണം. അപ്പോൾ ഇതിനകത്ത് ഓരോന്ന് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ എഗ്ഗ് നടു കട്ട് ചെയ്യുക, അതേപോലെ വെജിറ്റബിൾസ് ചേർത്തെടുക്കുക. ഇതേപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. എഗ്ഗ് ഇതേപോലെ നടു കട്ട് ചെയ്യേണ്ട. ആദ്യം ഞാൻ തോലൊക്കെ പൊളിച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തതിലേക്ക് വെച്ചെടുക്കാം. ഇതേപോലെ നടുവായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കമത്തി വെച്ചെടുക്കാം. എല്ലാം ഇതേപോലെ വെച്ചെടുത്തതിന് ശേഷം നമുക്കിത് മടക്കിയെടുക്കാം. അപ്പോൾ മടക്കിയെടുക്കുമ്പോൾ നമ്മൾ ഒരു സൈഡ് മറ്റേ സൈഡിലേക്ക് മടക്കാൻ നോക്കുക കേട്ടോ. എന്നിട്ട് പൊട്ടിപ്പോവാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നെടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ 2 സൈഡിൽ നിന്ന് അങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടെ അതേപോലെ ഇങ്ങനെ തൊട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതാ ഇതേപോലെ തന്നെ കിട്ടും. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മുട്ട അടിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ നല്ല ബ്രൗൺ കളർ കിട്ടും കേട്ടോ. ഞാനിവിടെ അത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. പപ്സ് ഉണ്ടാക്കുന്ന അതേ ഒരു മെത്തേഡിൽ മുട്ട പൊട്ടിച്ച് തുള്ളിപ്പിട്ടിട്ട് അതൊന്ന് ഇതിൻ്റെ മുകളിൽ തടവി കൊടുക്കാം. അപ്പോൾ ഞാനിതാ ചൂടായൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതാ കമത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗം ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോഴേക്ക് മറ്റേ ഭാഗം കൂടെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് മുട്ട പപ്സ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈവനിങ്ങിലൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, അതേപോലെ ക്രിസ്പിയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. ആരെങ്കിലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ വീഡിയോയ്ക്ക് ഒരു ലൈക്കും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ നമ്മൾ മുട്ട പപ്സ് ഇവിടെ റെഡിയായി. ഇനി നമ്മൾ ഈ ഒരു ഭാഗം ബ്രൗൺ കളറാകുമ്പം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഓരോന്ന് ഇതേപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 2 സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനത് വേവിച്ച ബ്രെഡാണ്, അതേപോലെ മുട്ടയും ഉള്ളിയൊക്കെ വേവിച്ച്, അതുകൊണ്ട് തന്നെ ലൈറ്റ് ബ്രൗൺ കളർ ഇതേപോലെ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ബ്രെഡ് മുട്ട പപ്സ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നിങ്ങൾ ഒട്ടിക്കുന്ന റെഡി ആയിട്ടില്ലേ ഇതേപോലെ ഓപ്പൺ ആയി പോട്ടോ. അപ്പോൾ നമ്മളൊന്ന് നിച്ചൂട്ടിന് കൊടുത്ത് വെക്കാണ്, അവനാണ് കാത്തിരിക്കുന്നത്.